സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ പ്രതിനിധി ഈ ചർച്ചയിലെ പല ചർച്ചകളിൽ വന്നിട്ടുണ്ട്. ഒരു ചർച്ചയിൽ പോലും സിദ്ധാർത്ഥന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു കാര്യം ഇതുവരെ പറയുന്ന പൊതുസമൂഹത്തിനോട് പറയുന്ന ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ ആയിട്ടുള്ള മുഴുവൻ നേതാക്കളും അതുപോലെ തന്നെ ലീഗിന്റെ നേതാക്കളും ഒക്കെ തന്നെ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിദ്ധാർത്ഥന്റെ വീട്ടിൽ ചെന്ന ആളുകളാണ്. പക്ഷേ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ അവിടെ നേരിട്ട് പോയല്ലോ. മന്ത്രിയാണ്, CPM-ന്റെ നേതാവാണ്. അതുപോലെ തന്നെ അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പോയി. അദ്ദേഹത്തിന്റെ വീട് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് മന്ത്രി തന്നെ നേരിട്ട് പോയി അതിലെല്ലാ നിലപാട് സ്വീകരിച്ചു. ഇവിടെ സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവോ ഇലക്ഷനിൽ? ഇവിടെ സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവുന്നുണ്ടോ ഇലക്ഷനിൽ? അല്ല, ഇവിടെ സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവോ ഇലക്ഷനിൽ? സിദ്ധാർത്ഥന്റെ മരണം ചർച്ചയാവോ ഇലക്ഷനിൽ? സിദ്ധാർത്ഥന്റെ വിഷയം വളരെ ദൗർഭാഗ്യകരവും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്നതാണ്. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് കൂടിയാണ് കേരളത്തിലെ ഗവൺമെന്റ്, CPM അവരുടെ കൂടെയാണ്. ഗോവിന്ദ മാഷ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർട്ടിയും ഗവൺമെന്റും എല്ലാവരും ആ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞു CBIക്ക് കൊടുക്കുന്നത്, CBIക്ക് വിട്ടിട്ടുണ്ട്. ആ രീതിയിൽ അതിന്റെ അന്വേഷണം നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ യാതൊരു പ്രശ്നവുമില്ല. ആശ്മി കൃത്യമായ സമയം തരണം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് അവരെല്ലാവരും സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന്. ആ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുന്നവർക്കെതിരെയുള്ള ഏക ആക്ഷേപം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കയറാൻ പോയി എന്ന് പറയുന്ന CPM-ന്റെ പ്രതിനിധികളെ കുറിച്ചാണ്, കോൺഗ്രസുകാരെ കുറിച്ചല്ല. DYSP-യെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് CPM നേതാവിനെതിരെയാണ്, കോൺഗ്രസുകാർക്കെതിരെയല്ല. മാർച്ച് 6-ാം തീയതി CBI-യുടെ ഉത്തരവ്, CBI അന്വേഷണത്തിന് മാർച്ച് 6-ാം തീയതി ഉത്തരവിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഉത്തരവിറങ്ങിയത്. ഈ 14 ദിവസം CBI അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ശശി അങ്ങനെ ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ പച്ചക്കള്ളം പറയുന്നത് സംഭവം